നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ PSC യോഗം തീരുമാനിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മെയിനായിട്ട് SSLC ആൻഡ് +2 ഹയർ സെക്കൻഡറി നിലവാരത്തിൽ നടത്തിയ പ്രിലിംസ് പരീക്ഷയുടെ റിസൾട്ടിന്റെ ഡേറ്റിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഡേറ്റ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ റിവിഷന് വേണ്ടിയിട്ട് സമയം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് വീഡിയോസ് ഒന്നുകൂടെ ഒന്ന് കണ്ട് ഫ്രീ ആയിട്ട് തന്നെ 7 ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള ട്രയലോട് കൂടി വീഡിയോസ് എല്ലാം കണ്ട് ഒന്നുകൂടെ ഒന്ന് ടോപ്പിക്കുകൾ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ആപ്പാണ് ടോപ്പ് ദ ലേണിംഗ് ആപ്പ്. ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ആപ്പിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് ചലഞ്ചസിൽ ഏർപ്പെടാൻ പറ്റുന്നതാണ്. കൂടാതെ +2 യൂണിഫോം തസ്തികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പുതിയ കോഴ്സും ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 7 തസ്തികകളിലേക്ക് അഭിമുഖം നടത്താനും 7 തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. SSLC യോഗ്യത വേണ്ട തസ്തികകളിലേക്ക് നടത്തിയ പൊതുപരീക്ഷയുടെ ചുരുക്കപ്പട്ടിക 15-ന് മുൻപ് പ്രസിദ്ധീകരിക്കാനാണ് ശ്രമം. അപ്പോൾ PSC ലേറ്റസ്റ്റ് ആയിട്ട് ചേർന്ന യോഗത്തിലെ തീരുമാനമാണിത്. ചുരുക്കപ്പട്ടിക SSLC യോഗ്യത വേണ്ട തസ്തികകളിലേക്ക് നടത്തിയ പൊതുപരീക്ഷയുടെ ചുരുക്കപ്പട്ടിക 15-ന് മുൻപ്, ഈ മാസം 15-ന് മുൻപ് പ്രസിദ്ധീകരിക്കാനാണ് ശ്രമം. കൂടാതെ ഇതിന്റെ തുടർച്ചയായിട്ട് ഹയർ സെക്കൻഡറി തലത്തിലുള്ള പൊതുപരീക്ഷയുടെ ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിൽ NCC സൈനിക ക്ഷേമ വകുപ്പിൽ LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ HSA സോഷ്യൽ സയൻസ്, മലയാളം മീഡിയം തസ്തിക മാറ്റം മുതലായവ, HSA മാത്സ്, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, ഹയർ സെക്കൻഡറി HSST ജൂനിയർ, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2, കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ യൂണിറ്റ് മാനേജർ മുതലായ തസ്തികകളിലേക്കാണ് അഭിമുഖവും നടത്തുക. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ, പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ബേക്കർ ആൻഡ് കൺഫെക്ഷണറി, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ നഴ്സ് ഗ്രേഡ് 2, KTDCയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഹൗസിംഗ് ബോർഡിൽ ആർക്കിടെക്ചറൽ ഹെഡ്, അതുപോലെ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഈ തസ്തികകളിലേക്കും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. കണ്ണൂർ ജില്ലയിലെ ആരോഗ്യ വകുപ്പിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3, തദ്ദേശ വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 തസ്തികകളിലേക്ക് സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കും. കൂടാതെ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ബ്ലോക്കിലെ വനത്തിലെയും വന അതിർത്തിയിലെയും സെറ്റിൽമെന്റ് കോളനികളിലുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പണിയൻ, അടിയാൻ, കാട്ടുനായ്ക്കൻ വിഭാഗങ്ങൾക്കും മോസ്റ്റ് പ്രിമിറ്റീവ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവർക്കും മാത്രമാണ് ഇത്. സഹകരണ കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ഡെപ്യൂട്ടി ഫിനാൻസ് മാനേജർ തസ്തികയിലേക്ക് ഓൺലൈൻ പരീക്ഷ നടത്തുകയും ചെയ്യും. ഇത്രയും വിവരങ്ങളാണ് PSC ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് 10th ലെവൽ പ്രിലിംസിന്റെയും +2 ലെവൽ പ്രിലിംസിന്റെയും റിസൾട്ട് ഏകദേശം ഈ മാസം പകുതിയോടെ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു വിവരമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ട് കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എക്സാം നവംബറിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ റിസൾട്ട് കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു പോസിറ്റീവ് ഇൻഫോർമേഷൻ തന്നെയാണ്. ഈ ഇൻഫോർമേഷൻ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് നിങ്ങൾ മറക്കണ്ട, ടോപ്പ് ദ ലേണിംഗ് ആപ്പ്. +2 യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തോളാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.